2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിച്ചത് ആവേശം മാത്രമല്ല, അപ്രതീക്ഷിതമായ നിരവധി നടുക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വമ്പന്മാരായ ജർമ്മനിയുടെ അപ്രതീക്ഷിത വീഴ്ച. ഗ്രൂപ്പ് ഇയിൽ സ്വപ്നതുല്യമായ തുടക്കമാണ് ജർമ്മനിക്ക് ലഭിച്ചത്. ആദ്യ മത്സരത്തിൽ അരങ്ങേറ്റക്കാരായ കുറക്കാവോയെ 1-7 ഗോളുകൾക്ക് തകർത്തുവിട്ട ജർമ്മനി അടുത്ത പോരാട്ടത്തിൽ ഐവറി കോസ്റ്റിനെ 2 ഗോളിന് പരാജയപ്പെടുത്തി. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇക്വഡോറിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ജർമ്മനി റൗണ്ട് ഓഫ് 32 യോഗ്യത നേടി. എന്നാൽ റൗണ്ട് ഓഫ് 32 പരാഗ്വേക്കെതിരെയുള്ള മത്സരം ജർമ്മനിക്ക് കടുത്ത തിരിച്ചടിയായി മാറി. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 എന്ന സമനിലയിൽ കലാശിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ ആ നിമിഷത്തിൽ പ്രതീക്ഷിച്ച പക്വത കാട്ടാൻ ജർമ്മൻ നിരയ്ക്കായി. കൈ ഹാവർട്സ്, നിക് വോൾട്ടമാഡെ, ജൊനാഥൻ ടാ എന്നിവർ പെനാൽറ്റി പാഴാക്കിയതോടെ 3-4 എന്ന സ്കോറിന് ജർമ്മനി പുറത്തായി. കയ്യെത്തും ദൂരത്തു നിന്നാണ് അവർക്ക് ടൂർണമെന്റ് നഷ്ടമായത്. ജർമ്മനി മാത്രമല്ല, മറ്റു ചില മുൻനിര ടീമുകൾക്കും ഈ ലോകകപ്പ് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ആതിഥേയരായ USA റൗണ്ട് ഓഫ് 16 ബെൽജിയത്തോടുള്ള കനത്ത തോൽവിയുടെ പുറത്തായപ്പോൾ കിരീട പ്രതീക്ഷയോടെ എത്തിയ ബ്രസീലിനെ നോർവേ തോൽപ്പിച്ചു മടക്കി. വിജയവും പരാജയവും ഫുട്ബോളിന്റെ ഭാഗമാണെങ്കിലും അവസാന നിമിഷങ്ങളിലെ ചെറിയ പിഴവുകൾ പോലും വലിയ സ്വപ്നങ്ങളെ എങ്ങനെ തകർത്തെറിയുമെന്നതിൻ്റെ തെളിവായിരുന്നു ജർമ്മനിയുടെ ഈ ലോകകപ്പ് യാത്ര.